അശ്വന്ത് കോക്കും അംഗം അട്ടഹാസം ആ സിനിമയിലെ പ്രവർത്തകരും തമ്മിൽ വലിയ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആധികാരികമായിട്ട് ഈ അംഗം അട്ടഹാസം എന്ന സിനിമയുടെ ആളുകള് ചാനലിൽ വന്നിരുന്ന് പറയുകയാണ്, അശ്വന്ത് കോക്ക് 1,00,000 രൂപ കൊടുത്താൽ സിനിമയ്ക്ക് നെഗറ്റീവ് പറയില്ല എന്നൊരു ഓഫർ അവർക്ക് അശ്വന്ത് കോക്കിന്റെ ഭാഗത്തുനിന്ന് കിട്ടി എന്നവർ ആധികാരികമായിട്ട് ഒരു ചാനലിൽ വന്നിരുന്ന് പറയുക. അപ്പൊ അങ്ങനെ ഒരു പ്രസ്താവന വന്നപ്പോഴാണ് അശ്വന്ത് കോക്ക് ഇത്ര റേസായി. ഇതുവരെ അദ്ദേഹം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ വീഡിയോ ഒക്കെ ഇടാറുണ്ട്, എന്നാൽ ഇത്രയും വികാരഭരിതനായിട്ട് സംസാരിക്കാൻ ആദ്യമായിട്ട് കാണുകയാണ്. ഇവരുടെ ഒരു കാര്യത്തിൽ വന്നിരിക്കുന്ന ഇത് തന്നെയാണ്, ഒരു തേർഡ് പേഴ്സൺ ഇതിനകത്ത് കളിച്ചിട്ടുണ്ട്. അശ്വന്തിന്റെ ആളാണ് എന്ന് പറഞ്ഞ് ഇത്ര പൈസ വന്നു കഴിഞ്ഞാൽ അശ്വന്ത് നെഗറ്റീവ് പറയില്ല എന്നുള്ള രീതിയിൽ ഇവർക്കൊരു ഓഫർ വന്നിട്ടുണ്ടെന്നാണ് ഇവരും പറഞ്ഞത്. ഇപ്പൊ ഞങ്ങൾ ആ ഓഫർ നിരസിച്ചത് കൊണ്ടാണ് അശ്വന്ത് കോക്ക് ഞങ്ങളുടെ സിനിമയെ ആക്രമിക്കുന്ന രീതിയിൽ റിവ്യൂ പറഞ്ഞത്. സിനിമയെ ബാധിച്ചു, സാമ്പത്തിക നഷ്ടം ഉണ്ടായി എന്നുള്ള രീതിയിലാണ് ഇവർ പറയുന്നത്. അശ്വന്ത് കോക്ക് അങ്ങനെ ഒരു കാര്യം അറിഞ്ഞിട്ട് പോലും ഇല്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്രയും റേസാണ്ടി വന്നേണ്ട കാര്യം. അദ്ദേഹം പറയുന്നത് പ്രൂഫ് കാണിക്കൂ എന്നുള്ള രീതിയിലാണ്. അപ്പൊ അവരും പറയുന്നുണ്ട് അശ്വന്ത് കോക്കല്ല പറഞ്ഞത്, ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓഫർ വന്നു എന്നാണ് അവരും പറയുന്നത്. 1,00,000 രൂപ കൊടുത്താൽ ഇതേപോലെ നെഗറ്റീവ് പറയില്ല എന്നുള്ള രീതിയിൽ ഓഫർ വന്നു എന്നാണ് ഇവർ പറയുന്നത്. അവരും വിശ്വസിച്ചു, ഞങ്ങളുടെ പടം വളരെ നല്ലതാണ്, അശ്വന്ത് കോക്കിന്റെ റിവ്യൂ കൊണ്ട് മാത്രമാണ് ഞങ്ങളുടെ പടം പരാജയപ്പെട്ടതെന്ന്. അപ്പൊ അദ്ദേഹത്തിന് അത്രയും കൊണ്ടു. അദ്ദേഹം അങ്ങനെ പൈസ മേടിച്ചിട്ട് ചെയ്യുന്ന ആളോ അങ്ങനെ ഓഫർ കൊടുക്കുന്ന ആളോ ഒന്നും അല്ലെന്ന് അദ്ദേഹത്തിന് റിവ്യൂ കാണുന്ന എല്ലാവർക്കും തന്നെ അറിയാം. ശരിയാണ്, പല റിവ്യൂവും അദ്ദേഹം പറഞ്ഞ പാളി പോയിട്ടുണ്ട്. അദ്ദേഹം നല്ലതാണെന്ന് പറഞ്ഞ സിനിമകൾ ഇവിടെ പരാജയപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് നല്ലൊരു ശതമാനം ഫോളോവേഴ്സ് ഉണ്ട് യൂട്യൂബിൽ. ഇപ്പൊ അദ്ദേഹത്തിന്റെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ കൂടുതൽ ചിലപ്പോൾ സിനിമയ്ക്ക് ഉള്ളിലുള്ള ആളുകളായിരിക്കും. എന്നാൽ അദ്ദേഹത്തിന് 4,00,000 ചില്ലാനം സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. പക്ഷെ അദ്ദേഹത്തിന്റെ വീഡിയോ 1 മില്യണിൽ കൂടുതൽ പോകും. അദ്ദേഹത്തിനെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കൂടുതൽ അദ്ദേഹത്തിന്റെ വീഡിയോസ് കാണുന്നത്. അപ്പോൾ സിനിമാ മേഖലയിൽ നിന്നുള്ളവര് ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ ആദ്യം ഒരു പരിഗണന കൊടുക്കുന്നത് അശ്വന്ത് കോക്കിന്റെ റിവ്യൂവിനാണ്. കാരണം അശ്വന്ത് കോക്ക് ആധികാരികമായിട്ടാണ് റിവ്യൂ പറയുന്നത്. വെറുതെ വന്നിരുന്നിട്ട് ഈ സിനിമ കൊള്ളാം കണ്ടിരിക്കാന്നൊക്കെ പറയുന്ന ഒരു രീതിയിലുള്ള റിവ്യൂ അല്ല. ആധികാരികമായിട്ട് അതിന്റെ മ്യൂസിക്, അതിന്റെ കളറിങ്, ആർട്ട്, ഡയലോഗ് ഡെലിവറി, എന്തിനു പറയുന്നത്, ഈ പുറകിലുള്ള ജൂനിയർ ആർട്ടിസ്റ്റിന്റെ സൂക്ഷ്മ അഭിനയം പോലും അശ്വന്തിന്റെ റിവ്യൂവിൽ പ്രതിഫലിക്കാറുണ്ട്. അതുവരെ അദ്ദേഹം എടുത്തു പറയാറുണ്ട്. അപ്പോൾ ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് സക്സസ് ആണോ അല്ലയോ എന്നുള്ളത് അശ്വന്ത് കോക്കിന്റെ റിവ്യൂവിൽ അടിസ്ഥാനത്തിൽ ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന് കുറെയൊക്കെ മാറ്റമുണ്ട്. മാറ്റം വന്നത് അദ്ദേഹം പറഞ്ഞ 2-3 സിനിമകൾ, അദ്ദേഹം പോസിറ്റീവ് പറഞ്ഞ 2-3 സിനിമകൾ ആവറേജേ ഉള്ളായിരുന്നു. അല്ലെങ്കിൽ അതൊരു പരാജയപ്പെട്ട ചിത്രങ്ങൾ ലിസ്റ്റിൽ വന്നിട്ടുണ്ട്, 2-3 ചിത്രങ്ങൾ അങ്ങനെ. അപ്പൊ അദ്ദേഹം പോസിറ്റീവ് പറഞ്ഞ ചിത്രങ്ങൾ വിജയിച്ചിട്ടില്ല. കാരണം എല്ലാ ചിത്രങ്ങളും എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ചില ചിത്രങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. ഇപ്പൊ വാഴ പോലുള്ള ചിത്രങ്ങളൊക്കെ എല്ലാ ജനറേഷനും എല്ലാ പ്രായത്തിലുള്ളവർക്കും കണക്ട് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും വാഴ പോലുള്ള ചിത്രത്തിലുണ്ട്. അപ്പോൾ ചില ചിത്രങ്ങൾ യുവാക്കളെ ഇപ്പോഴത്തെ ജനറേഷന് മാത്രം ഉദ്ദേശിച്ച് അവർക്ക് മാത്രം കണക്ട് ആവുന്ന രീതിയിൽ ഇറങ്ങുന്ന ചിത്രങ്ങളാണ് കൂടുതലും ഈ മിക്സഡ് ആയിട്ടുള്ള റിവ്യൂ വരുന്നത്. ചില പരീക്ഷണ ചിത്രങ്ങളും അങ്ങനെ തന്നെ പുതുതലമുറക്ക് ഇഷ്ടപ്പെടാൻ ചിലപ്പോൾ പഴയ ആളുകൾക്കായിരിക്കും ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ഇപ്പൊ കൂടുതലും ഇറങ്ങുന്ന സിനിമകൾ അങ്ങനെ തന്നെയാണ്, പുതുതലമുറയ്ക്കായിരിക്കും കൂടുതൽ താല്പര്യം. ഇപ്പൊ ഒരു സിനിമ വളരെ പ്രതീക്ഷയോടെ ഇറങ്ങുന്നു, എന്നാൽ അതിൽ വലിയ കാര്യങ്ങളൊന്നും ഇല്ല. 2-3 പ്രൊഡ്യൂസറൊക്കെ ചേർന്നായിരിക്കും ഒരു സിനിമ ഇറക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്കാണ് അതിനൊരു നെഗറ്റീവ് റിവ്യൂ പറഞ്ഞു എന്ന് പറഞ്ഞ്, ഇതിനു മുമ്പ് പല സിനിമകളുടെ ആളുകൾ ഇതുപോലെ അശ്വന്ത് കോക്കിനെതിരെ പരാതിയുമായി വന്നിട്ടുണ്ട്, കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ നോക്കുമ്പോഴും ഈ 2-3 പ്രൊഡ്യൂസർമാര് ചേർന്ന് കഷ്ടപ്പെട്ട് ഇറക്കിയ സിനിമയായിരിക്കും. പക്ഷെ അതിൽ വേണ്ടത്ര കണ്ടന്റ് ക്വാളിറ്റിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. പടം പരാജയപ്പെട്ടതിന് അവർക്ക് എന്തെങ്കിലും ഒരു കാരണം കണ്ടെത്തണമായിരിക്കുമല്ലോ. അത് അശ്വന്തിന്റെ തലയിൽ ഇരിക്കുന്നു. അങ്ങനെയാണ് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. അപ്പൊ ഇതിന്റെയൊക്കെ വിഷയം ഇത് തന്നെയാണ്. അൻസിബയുടെ കാര്യത്തിലും മൊത്തത്തിൽ ഒരു തെറ്റിദ്ധാരണ, ഗോസിപ്പുകളുടെ കാര്യങ്ങളാണ് ഇതെല്ലാം. അങ്ങനെയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒന്നിനും ഒരു പ്രൂഫില്ല.
ഇവരുമൊക്കെ പറഞ്ഞു കേട്ട കാര്യങ്ങൾ വെച്ച് ആധികാരികമായിട്ട് പ്രമുഖ ചാനലുകളിൽ വന്നിരുന്ന് ഇങ്ങനെ ഇന്റർവ്യൂ കൊടുക്കുന്നത് ഒട്ടും നല്ല കാര്യമല്ല. അതിന് പ്രൂഫ് ഉണ്ടെങ്കിൽ തീർച്ചയായും പോലീസ് കേസിലേക്ക് പോവാം. ആധികാരികമായിട്ട് വന്നിരുന്ന് പറയുമ്പോൾ പ്രൂഫും കൂടെ വെക്കണം. അല്ല അവർ പറഞ്ഞു, ഞങ്ങൾ അറിഞ്ഞു എന്നൊക്കെ പറഞ്ഞുള്ള രീതിയിൽ പറഞ്ഞു പോയിട്ട് കാര്യമില്ല. അശ്വന്ത് ഗോക്കിനെ ഭൂരിഭാഗം പേരും അറിയുന്നത് റിവ്യൂവർ എന്നുള്ള രീതിയിലാണ്. അതിനു മുമ്പേ അദ്ദേഹം ഫേസ്ബുക്കിലും മറ്റും നിരൂപകൻ എന്ന രീതിയിൽ വളരെ പ്രശസ്തനായ ഒരാളാണ്, സിനിമ നിരൂപകൻ തന്നെ. ആ സമയത്തൊക്കെ അദ്ദേഹത്തിന് ജോലി ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ യൂട്യൂബില് റിവ്യൂ ചെയ്യാൻ തുടങ്ങിയ സമയം മുതലാണ് അദ്ദേഹം ഒരു +2 അധ്യാപകനായിരുന്നു. അപ്പോൾ 1-2 വീഡിയോ ഹിറ്റായി അദ്ദേഹത്തിന് യൂട്യൂബിൽ ഒരു വരുമാനം ഉണ്ടാകാനും തുടങ്ങി. അതേസമയം അദ്ദേഹത്തിന് പുറത്തിറങ്ങാൻ പറ്റുന്ന അവസ്ഥയും ഒരു കാലത്ത് ഉണ്ടായി. അങ്ങനെയാണ് അദ്ദേഹം ജോലിയിൽ നിന്ന് ലീവ് എടുത്ത് ഹോട്ടലുകളിൽ മാറി മാറി താമസിച്ചാണ് ആ ഒരു സമയത്ത് ആറാട്ടൊക്കെ ഇറങ്ങി. ആ ഒരു സമയത്താണ് പുള്ളിക്ക് വധഭീഷണി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സിനിമാ മേഖലയിൽ നിന്നുണ്ടായി. അങ്ങനെ കുറെ നാള് അദ്ദേഹം അശ്വന്ത് ഗോക്ക് ഈ ലോഡ്ജുകൾ മാറി മാറി ഈ താമസിക്കുന്ന ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം ഇന്റർവ്യൂവിൽ തന്നെ പറഞ്ഞാണ്. അത് കഴിഞ്ഞ് ഇപ്പൊ അദ്ദേഹം ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. അപ്പോ അദ്ദേഹത്തിന് +2 അധ്യാപകനിൽ നിന്നുള്ള വരുമാനത്തിനെക്കാട്ടിൽ 4 ഇരട്ടി 5 ഇരട്ടിയോ വരുമാനം ഈ റിവ്യൂ പറയുന്നതിലൂടെ ലഭിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. അദ്ദേഹം ഒരു ബാച്ചിലറാണ്. പിന്നെ അദ്ദേഹം ഒരു പ്രത്യേക സ്വഭാവക്കാരനാണ്. അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അദ്ദേഹം ഒരു ഡിഫറെന്റ് പേഴ്സണാണ്, പ്രത്യേക സ്വഭാവക്കാരനാണ്. ഒരു ഇൻട്രോവേർട്ടാണ്. ആരുമായിട്ടും അങ്ങനെ വലിയ ടച്ചൊന്നും ഇല്ലാത്ത ഒരാളാണ്. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അങ്ങനെ ഫ്രണ്ട്ഷിപ്പ് ഒന്നും അങ്ങനെ സൂക്ഷിക്കാത്ത ആളാണെന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോ അദ്ദേഹം സിനിമ റിവ്യൂവില് അദ്ദേഹം ഒരു കിങ് തന്നെയാണ്, അത് പറയാതിരിക്കാൻ പറ്റില്ല. അശ്വന്ത് ഗോക്കിന്റെ റിവ്യൂവില് ഓക്കെ ആണെങ്കിൽ പടം രക്ഷപ്പെട്ടു എന്ന് തന്നെയാണ് ഇപ്പോഴും സിനിമാ മേഖലയിലെ സംസാരം.